ആദ്യം തന്നെ എല്ലാവർക്കും ജവക ഒരു വിശ്വാസംസകൾ. വിഷു പ്രമാണിച്ച് എന്തിടൂന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കാനും ഞാൻ ആദ്യം വിചാരിച്ചത് അടപ്രഥമൻ പായസം ഉണ്ടാക്കാന്നായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു പായസം ഞാൻ ഓൾറെഡി ഇട്ടുപോയല്ലോ, ഇനിയിപ്പോൾ എന്തുണ്ടാക്കുമെന്ന് ഇങ്ങനെ നോക്കുമ്പോഴാണ് കമൻറ്റ് ബോക്സിൽ ഒരാളെ കമൻറ്റ് കണ്ടേ, വിഷുക്കട്ട ഉണ്ടാക്കുമെന്ന്. സംഭവം എനിക്കറിയില്ലേനു. പിന്നെ വിഷുവും കൂടിയല്ലേ, ഗൂഗിൾ അമ്മച്ചി കനിഞ്ഞോണ്ട് പിന്നെ ഞാനും വിചാരിച്ച് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് അതാക്കാന്ന്. അപ്പോൾ അമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വിഷുക്കട്ട. അപ്പോൾ ഇതിന് വേണ്ടിയത് പച്ചരിയോ കുത്തരിയോ, എൻ്റെ കയ്യിൽ പച്ചരി ഉള്ളതുകൊണ്ട് ഞാൻ 1 കപ്പ് പച്ചരിയാണ് ഇവിടെ ചൂസ് ചെയ്തത്. അതൊരു 1 മണിക്കൂർ പുതിർത്തി വെക്കുക. പിന്നെ നമുക്ക് തേങ്ങാപ്പാൽ വേണം. അതിൻ്റെ 1-ാം പാലും 2-ാം പാലും ആക്കിയിട്ട് നമുക്ക് എടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങയാണ് യൂസ് ചെയ്തത്. അപ്പോൾ തേങ്ങാപ്പാൽ ഉണ്ടാക്കുന്നതൊക്കെ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ആദ്യം ഞാൻ മിക്സിയിലേക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ആ തിക്നെസ് തന്നെ നമുക്ക് അതിൻ്റെ വെള്ളം നല്ലോണം പിഴിഞ്ഞെടുക്കുക. അപ്പോൾ നമുക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ കിട്ടും. അത് നമുക്ക് മാറ്റി വെക്കാം. അതാണ് 1-ാം പാൽ. ഇനി ആ പിഴിഞ്ഞ് വെച്ച തേങ്ങ ഒന്നും കൂടി മിക്സീൻ്റെ ജാറിലിട്ട് കുറച്ചുകൂടി വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി മിക്സിയിൽ അടിച്ചെടുക്കുക. ഇനി അത് പിഴിഞ്ഞ് കിട്ടുന്നതാണ് 2-ാം പാൽ. അപ്പോൾ നമുക്ക് പ്രിപ്പറേഷൻ നോക്കാം. അപ്പോൾ 1 കപ്പ് പാലാണ് എനിക്ക് 2-ാം പാൽ പിഴിഞ്ഞപ്പോൾ കിട്ടിയത്. അത് ഞാൻ ആദ്യം ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് മതി. അപ്പോൾ അതും കൂടെ ആയാൽ നമ്മൾ നേരത്തെ പൊതിർത്തി വെച്ച പച്ചരിയില്ലേ, അത് 1 കപ്പ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. ശേഷം നമ്മൾ ഇതൊന്ന് വേവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഒരു 10-15 മിനിറ്റ് കൊണ്ട് അത് വേവും. അപ്പോൾ ഈ വെള്ളം നല്ലോണം ഒന്ന് വറ്റി വരികയും ചെയ്യും. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ അരി ഇവിടെ പാകത്തിന് വേവായിട്ടുണ്ട്. ഇനി നമുക്കിത് 1-ാം പാലയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ കട്ടിയുള്ള 1-ാം പാലും കൂടി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് അതൊന്ന് കുറുകി ടൈറ്റായി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കതിലേക്ക് കുറച്ച് ചെറിയ ജീരകം ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ജീരകം യൂസ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്യാവുന്നതാണ്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് പാനിൻ്റെ അകത്തുനിന്ന് ഒന്ന് വിട്ട് വരുന്ന രൂപത്തിലായാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ആ ചൂടോടുകൂടി ഒരു പാത്രത്തിലേക്ക് വിളമ്പണം. ശരിക്കും ഇത് വാഴൻ്റെ ഇലയിലാണ് വിളമ്പേണ്ടത്. പക്ഷേ എൻ്റെ വാഴൻ്റെ ഇല ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു പാത്രത്തിലിട്ട്. അപ്പോൾ പാത്രത്തിലിട്ടിട്ട് നല്ലോണം ഒന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് അതൊരു ചൂടാറുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ചൂടാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടി അയ്യ ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തത്. ഇനിയിപ്പോൾ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ ശർക്കരപ്പാനി അല്ലെങ്കിൽ തേന്, ഇതിൽ രണ്ടിലേതേലും ഒന്ന് അതിൻ്റെ മേലെ കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളെ വിഷുക്കട്ട ഇവിടെ റെഡിയായി. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയൊരു റെസിപ്പി തപ്പിപ്പിടിച്ച് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ ബൈ ഫ്രം കോയാസ് റെസിപ്പി.